അങ്ങനെ നമ്മൾ കമ്പന്തേനിയൊക്കെ കണ്ടതിന് ശേഷം ഇനി മൂന്നാറിലേക്ക് പോവുകയാണ് കേട്ടോ. നല്ല വെയിലായിരുന്നു. പിന്നെ നമ്മൾ മൂന്നാർ ഇപ്പം എത്തി. നല്ല ഭംഗിയായിട്ടുള്ള തേയിലത്തോട്ടമൊക്കെ കാണാനായിട്ട്. ഒത്തിരി ചൂടും കാര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഒരു മീഡിയം തണുപ്പായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സൈഡിൽ കാണുന്നത് ഗാർഡനാണ്. ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വേറൊരു ഗാർഡനൊക്കെ തപ്പി ഇങ്ങനെ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ വട്ടവടയിലാണ് റിസോർട്ട് എടുത്തത്. ക്യാമ്പ് നോയൽ എന്നാണ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ അവിടേക്ക് പോവുമായിരുന്നു ഞങ്ങൾ ആദ്യം. ഓൾറെഡി നമ്മൾ ഒത്തിരി ടയേർഡായി ട്രാവൽ കാരണം. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ ഓർത്തു ഇതൊന്നും എല്ലാം നാളെ കാണാം. അപ്പോൾ ഫസ്റ്റ് റിസോർട്ടിൽ പോയി ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് ഓർത്ത് ഞങ്ങൾ ഓടിപ്പോകുമായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു, ഒരുപാട് ടൂറിസ്റ്റുകാർ ഒത്തിരി പേരുണ്ടായിരുന്നു. സൈഡിലെല്ലാം നമ്മൾ ഈ കാണുന്നത് ഗിഫ്റ്റും പിന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടാണ് കേട്ടോ കുതിര സവാരി ഉള്ളത്. അങ്ങനെ നമ്മൾ വട്ടവട പഞ്ചായത്തിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പം ഇതൊരു വനമാണ്. ഇവിടെ നിന്ന് ഫസ്റ്റ് തൊട്ട് നമ്മൾ വണ്ടി നിർത്താനേ പാടില്ല. ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ നിന്ന് വണ്ടി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ ഉണ്ടായിരിക്കും. ക്യാമ്പ് നോയലിലെത്തി കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയ വഴിയൊന്നും ഞങ്ങൾ കാണിക്കുന്നില്ല, കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ വട്ടവടയുടെ അവിടെ ചെന്നതിന് ശേഷം മേളിലോട്ട് ഒരുപാട് കയറി വന്നെങ്കിൽ നമ്മുടെ റിസോർട്ടിൽ എത്തത്തുള്ളൂ. വഴിയൊക്കെ ഭയങ്കര ഇതായിരുന്നു. ജീപ്പിലാണ് കൂടുതലും അവിടെ പോണത്. നമ്മുടെ റിസോർട്ടിൽ ചെല്ലുമ്പോഴേ നല്ല ചുക്ക് കാപ്പി ആദ്യം കിട്ടും കേട്ടോ, തണുപ്പിന് വേണ്ടി. പിന്നെ അവിടെ ഗെയിം കളിക്കാനൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ റൂമിലും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇവിടെ വന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവരുടെ തന്നെ ജീപ്പുണ്ട്. ആ ജീപ്പിലാണ് നമ്മുടെ ലഗേജൊക്കെ കയറ്റി താഴെ നമ്മുടെ റിസോർട്ടിലേക്ക് അവരാക്കി തരും. അങ്ങനെ ജീപ്പിൽ കയറി ചേച്ചി അളിയനും ഒക്കെ പോയി. ഞങ്ങളും പിള്ളേരും കൂടെ നടന്നു പോകാമെന്ന് വിചാരിച്ചു, ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ. സേറ അതിനകത്ത് പോയിട്ടുണ്ട് കേട്ടോ. പാതി മനസ്സോടെ കയറി പോയേക്കുന്നത്.
അവിടെ നല്ല പൂക്കളുണ്ടായിരുന്നുണ്ട്, നല്ല രസമുണ്ടായിരുന്നു, ഓറഞ്ചുകളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി ചെല്ലുമ്പം ഒരു റിസോർട്ട് ഓരോരോ വീടുകൾ പോലെയാണത്. ഇതിൽ 2 റൂമും പിന്നെ ഒരു ചെറിയൊരു ഡൈനിങ് ഏരിയയും ഒരു ഹോളും അങ്ങനെയാണ് അവർ ഇതാക്കിയേക്കുന്നത് കേട്ടോ. പിന്നെ വൈകിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ അവരിപ്പോഴേ ചെയ്യുകയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസോർട്ട്. ഇതിൽ 2 റൂമായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ വീട് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഡൈനിങ് ഏരിയയും ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കെറ്റിലും വെള്ളമൊക്കെ അവർ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സ് മാറി കുറച്ച് നേരമൊക്കെ ഫ്രഷായിട്ടിരിക്കണം, റെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് സ്റ്റീവനും സാറായിക്കും ഭയങ്കര ആഗ്രഹം സ്വിമ്മിംഗ് പൂളിൽ ചാടണമെന്ന്. പിന്നെ അവർ എല്ലാവരും കൂടെ ഇറങ്ങി, അതൊരു ബഹളമായിരുന്നു. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇത് കോമൺ സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കും ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെ 8:30 നമ്മുടെ ക്യാമ്പ് ഫയർ സ്റ്റാർട്ടായി. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് രാത്രിയിലത്തെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ടൗണിലേക്ക് പോകാനായിട്ട് ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഫുഡ് കുറച്ചെങ്കിലും കയ്യിൽ കരുതുന്നതായിരിക്കും നല്ലത്. ക്യാമ്പ്
ക്യാമ്പ് ഫയറൊക്കെ ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ഡാൻസും പാട്ടും ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളറിയാലോ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങ് കിടന്നുറങ്ങി. ഇനിയിപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ബാക്കി വീഡിയോ കാണാം. അതുവരെ ടാറ്റാ.